വോയിസ് വീഡിയോ കണ്ടെന്ന് വെച്ചാൽ എനിക്ക് കുറേ പേര് റീൽസ് ഷെയർ ചെയ്യുന്നു ബിനോയുടെ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള. എന്നിട്ട് എന്നെ മെൻഷൻ ഇടുന്നുണ്ട് കമൻറ്റിൽ, നിൻ്റെ ഫ്രണ്ടല്ലേ അവനിപ്പോൾ പീഡന കേസിലകത്തായി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള പ്രധാന കാരണമായി പറയുന്നത് ആദ്യം ഈ പെൺകുട്ടിയെ. എല്ലാവർക്കും നമസ്കാരം. ആദിത്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് തെളിവുകൾ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദിത്യയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ടായിരുന്നു, അതായത് അച്ഛനും അനിയനും അടക്കം പറയുന്നുണ്ടായിരുന്നു, മോൾ വീട്ടിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഇതാണ്, എന്തുണ്ടെങ്കിലും പറയും എന്നൊക്കെയുള്ള രീതിയിൽ ആദിത്യയുടെ അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മകൾ എന്തുകൊണ്ട് 10 ആഴ്ച മുന്നേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഈ പറയുന്ന അച്ഛനും അനിയനും അറിഞ്ഞില്ല? ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആദ്യം ഈ പറയുന്നത് പോലെ ആദിത്യയുടെ അച്ഛനും അനിയനും പറയുന്നത് ഞാനൊന്ന് കൊടുക്കാം. നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛൻ, മകൻ അങ്ങനെ ആ ഒരു ഇതല്ല, നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞ കുടുംബമാണ്. അനിയനോട് എന്തെങ്കിലും സംസാരിക്കായിരുന്നോ? ഈ കാര്യമൊക്കെ സംസാരിക്കായിരുന്നോ? എല്ലാം ഷെയർ ചെയ്യുന്നത് അനിയനോടായിരുന്നു? അച്ഛനും അമ്മയെക്കാളും കൂടുതൽ അനിയനോടായിരുന്നു? അല്ല, ഒരേപോലെ തന്നെ, എല്ലാവരും ഒരേപോലെ തന്നെ. കാരണം അതാണ് കൂട്ടുകാരെ പോലെ ഇരുന്നത്, അല്ലാതെ അച്ഛനമ്മ അങ്ങനെ ഭയം. അപ്പൊ കൂട്ടുകാരെ പോലെ ആയിരുന്നു, അച്ഛനമ്മ അങ്ങനെ ഒരു വ്യത്യാസം കാര്യങ്ങളൊന്നും ഈ പറയുന്നത് പോലെ ഇല്ലെന്നാണ് ആദിത്യയുടെ അനിയനും അച്ഛനും പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ആദിത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഏതാണ്ട് 10 ആഴ്ചയായി, ഇതുവരെ ആരും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. റീസൺ ഞാൻ കൊടുക്കാം, ആ വീഡിയോ തന്നെ ഇവിടെ കൊടുക്കാം. ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്, ഒരു സ്റ്റോറിയല്ല, ഒരു വീഡിയോ ആണ്. അതിൽ ഇങ്ങനെയാണ് വന്നത്, സത്യസന്ധമായി പറയണം, നിങ്ങളുടെ മനസ്സിൽ കടന്നു പോകാറുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നതിന് താഴെ ആദിത്യ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നൗ മൈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ്. അതായത് സത്യസന്ധമായി പറയണം, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലൂടെ, ചിന്തയിലൂടെ കടന്നു പോയിട്ടുണ്ടാകുന്നു. നിങ്ങൾ വായിച്ചല്ലോ ആ പോസ്റ്റ്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ താഴെ കണ്ടതാണ് നൗ മൈ സിറ്റുവേഷൻ. അതിന് താഴെ ആദിത്യക്ക് ഒരുപാട് റിപ്ലൈ. ഞാൻ അത് ചെക്ക് ചെയ്തപ്പോൾ ഒഫീഷ്യൽ അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ അത് 10 ആഴ്ച മുന്നേ ആദിത്യ കമൻറ്റ് ചെയ്ത ഒരു കമൻ്റാണ്. അപ്പോൾ 10 ആഴ്ച മുന്നേ ഇങ്ങനെ ഒരു തീരുമാനം ആദിത്യയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് മാതാപിതാക്കൾ അറിഞ്ഞില്ല? അതൊരു ചോദ്യം. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇത്രയും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള, ഇത്രയും കട്ട കമ്പനി ആയിട്ടുള്ള വീട്ടുകാർ അറിഞ്ഞില്ല, ഒരു ചോദ്യം. പിന്നെ ഇതിൽ 10 ആഴ്ച മുന്നേ ആയ ഒരു കാര്യമായതുകൊണ്ട് ഞാനത് റിലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം മുന്നെയാണ് ഈ പറയുന്ന ബിനോയുമായിട്ട് ആദ്യത്തെ ബ്രേക്കപ്പ് ആയത്, അല്ലേ? 3 മാസം മുന്നേ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കണക്റ്റ് ആയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്രേക്കപ്പും 10 ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള കമൻറ്റ്, ഇത് രണ്ടും കണക്റ്റായി എനിക്ക് പെട്ടെന്ന്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ അങ്ങനെ ചിന്തിച്ചിട്ട് ഇട്ടൊരു കമൻ്റ് ആയിരിക്കാം, വോട്ടവർ, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇത്രയും ആ ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു കമൻ്റ് ഇട്ട് ആദിത്യ വീട്ടുകാർ, സ്വന്തം അനിയനടക്കം അറിഞ്ഞില്ല. കമൻറ്റിനെ ഇപ്പോൾ കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് അവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു അങ്ങനെ അത്രയും ഇവർ പറഞ്ഞ പോലെ വീട്ടുകാരുമായിട്ട് കണക്റ്റ് ആണോ ആദിത്യ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി ന്യൂസിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ ആത്മഹത്യ പ്രേരണ കുറ്റം ഈ പറയുന്ന ബിനോയിൽ ചുമത്തിയിട്ടില്ല. ആദ്യം ചുമത്തിയിരുന്നു, പിന്നെ അത് മാറ്റി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ കുറിപ്പിൽ ബിനോയുടെ പേരില്ല. അപ്പോൾ കുറിപ്പിൽ പേരില്ലാത്ത ഒരാൾ എങ്ങനെയാണ് കുറ്റവാളി എന്ന് ഈ പറയുന്ന ആദിത്യയുടെ വീട്ടുകാർ ഉറപ്പിച്ചു. അതും 3 മാസം മുന്നേ റിലേഷൻ ബ്രേക്ക് ചെയ്ത ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ടൈമിൽ കൊണ്ട് എന്തിനാണ് ബിനോയുടെ തലയിൽ കൊണ്ട് ഇട്ട് കൊടുത്തത് ഈ ഒരു ഇൻസിഡൻറ്റ്? ഒരു ചോദ്യമല്ലേ? അപ്പോൾ ന്യൂസ് ഞാൻ എന്തായാലും കൊടുക്കാം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള പ്രധാന കാരണമായി പറയുന്നത് ആദ്യം ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ആ സമയത്ത് നിർബന്ധിച്ചുകൊണ്ട് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തിയത് ഈ ആൺ സുഹൃത്ത് ബിനോയ് ആണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ അബോർഷൻ നടത്തിയ ശേഷവും പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി, അകൽച്ചയിലായിരുന്നു. ആ അകൽച്ചയിലായിരുന്ന സമയത്ത് പെൺകുട്ടിയെ തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് സൈബർ അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് ബിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഡിപ്രഷനിലാവുകയായിരുന്നു കുട്ടി. അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പെൺകുട്ടി എത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം വന്ന സാധനങ്ങൾ, ന്യൂസ്. അപ്പൊ ഇത് എന്തായാലും ഒരിക്കലും വാസ്തവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 3 മാസം മുന്നേ ഒരു ബ്രേക്കപ്പായി. അപ്പൊ ഇപ്പോൾ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുന്നുണ്ടെങ്കിൽ
ആദിത്യയ്ക്ക് അതിൻ്റേതായ റീസൺ വേറെ ആയിരിക്കും. വേറെ ആവാനെന്നുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മളൊരു വോയിസ് കേൾപ്പിച്ചിട്ടില്ലായിരുന്നു. വീട്ടിലുണ്ടായ വഴക്ക് ആ പ്രശ്നത്തിൽ തുടർന്നാണ്. അതായത് +2 അടക്കം ആകുകയായിരുന്നു ആദിത്യ. അതിനെ തുടർന്ന് വീട്ടിൽ വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതെല്ലാം തുടർന്ന് ഇങ്ങനെ ഒരു കടുങ്കൈയിലോട്ട് ആദിത്യ പോയി എന്നാണ് എനിക്കെന്തായാലും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ ഇനി ഒരു ന്യൂസിൻ്റെ ഒരു ഭാഗം കൂടി ഞാൻ ഒന്ന് കൊടുക്കാം, അതും കൂടി കണ്ടിട്ട് അവർക്ക് സംസാരിക്കാം. പെൺകുട്ടിയുമായി ബിനോയ്ക്ക് ഒരു ബന്ധവുമില്ലെന്നും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് തന്നെ പെൺകുട്ടിയെ നൽകുമായിരുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ആരെയോ സംരക്ഷിക്കുവാൻ വേണ്ടി പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് ഇപ്പോഴത്തേതെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ച കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. നിലവിൽ ബിനോയ്ക്കെതിരെ പോക്സോ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് തൽക്കാലം കേസെടുക്കില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശം ഒന്നുമില്ല എന്ന് കണക്കിലെടുത്താണ് പോലീസിന്റെ തീരുമാനം. ബിനോയുടെയും പെൺകുട്ടിയുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ച ശേഷം കൂടുതൽ തെളിവ് ലഭിച്ചാൽ അതനുസരിച്ചുള്ള നടപടിയുണ്ടാകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഈ പോക്സോ ആണ് ഇവിടെ വിഷയമായത്. അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ബിനോയ്ക്ക് ഇത്രയും വലിയ വള്ളി വിഷയം വരത്തില്ലായിരുന്നു. കാരണം ഈ അണ്ടർ ഏജിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ബിനോയ് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഞാൻ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അണ്ടർ ഏജിൽ പല കോപ്രായങ്ങൾ പിള്ളേരെ കാണിച്ച് കൂട്ടും. പ്രായത്തിൻ്റെ പക്വതക്കുറവും കാര്യങ്ങളാവും. പിന്നെ ഇന്നത്തെ പിള്ളേർക്കൊന്നും അത്ര പക്വതക്കുറവൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാം നമ്മളെക്കാളും നന്നായിട്ട് എല്ലാം നല്ലതും ചീത്ത എല്ലാം തിരിച്ചറിയാം. അപ്പം അങ്ങനത്തെ ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിലൊരു റിസോർട്ടിൽ വരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസിൽ ഞാൻ കൊടുത്തിട്ടുള്ള ന്യൂസിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാതിരിക്കാൻ വഴിയില്ല. കാരണം ഒരു റിസോർട്ടിലടക്കം ഈ പറയുന്ന ബിനോയ് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് അത് ഏത് റിസോർട്ടെന്നാണ്. അതായത് അണ്ടർ ഏജിലുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ ആധാറോ അല്ലെങ്കിൽ ഈ ഒന്നും മേടിച്ച് വയ്ക്കാതെ ഏത് റിസോർട്ടാണ് ഇതിന് ഒരുക്കി കൊടുത്തത് എന്നെനിക്ക് അറിയാനുള്ള നല്ല ആകാംക്ഷയല്ല, അതറിയണം. കാരണം അങ്ങനെ ഒരു റിസോർട്ട് നമ്മുടെ കേരളത്തിൽ തുടർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അണ്ടർ ഏജിൽ വരെ വന്ന ഒരു കുട്ടിയെ അവിടെ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അത് റിസോർട്ട് ഏതാണെന്ന് അറിയുകയും ചെയ്യണം. ആ റിസോർട്ടിന് തുടർന്ന് പ്രവർത്തിക്കാനും പാടില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എതിരെ നിയമ നടപടി എടുക്കുകയും ചെയ്യണം. മനസ്സിലായോ? അത് അങ്ങനെ വെച്ചുകൊണ്ട് പോകേണ്ടല്ല. കാരണം ഒരു പയ്യൻ ഒരു അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയെ കൊണ്ട് റിസോർട്ടിൽ വന്നപ്പോൾ അതെന്താണ് ഏതാണെന്ന് പോലും തെളിവ് പോലും വാങ്ങി വെക്കാതെ അല്ലെങ്കിൽ ആധാറും ഒന്നും മേടിച്ച് നോക്കി ഏജ് കാറ്റഗറിയോ ഒന്നും നോക്കാണ്ട് റൂം എടുത്ത് കൊടുത്തെങ്കിൽ ആ റിസോർട്ടിന് ഇവിടെ തുടർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളും നാളെ മാതാപിതാക്കളാകുമ്പോൾ നമ്മളെ മക്കളും ഇതുപോലെ ഏതെങ്കിലും റിസോർട്ടുകളിൽ പോകുമ്പോൾ അവന്മാർ ഇതുപോലെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ റിസോർട്ടുകൾ ഇവിടെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ബിനോയുടെ ഫ്രണ്ട് പ്രതികരിക്കുന്ന വീഡിയോ ഞാൻ കൊടുക്കാം. എനിക്കിതാ ഒരു ഡൗട്ടേ ഉള്ളൂ. 17 വയസ്സിൽ റൂം കൊടുത്ത റിസോർട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയണം. എനിക്കറിയില്ല. എൻ്റെ അറിവിൽ 18 ഏജ് ആയവർക്ക് റൂം കൊടുക്കുക. 18 ഏജിൽ കഴിഞ്ഞ് റൂം എടുത്താൽ പോക്സോ ആവോ? പ്ലീസ് റിപ്ലൈ ഓൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കൊടുക്കുക. വോയിസ് വീഡിയോ കണ്ടെന്ന് വെച്ചാൽ എനിക്ക് കുറേ പേര് റീൽസ് ഷെയർ ചെയ്യുന്നു ബിനോയുടെ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള. എന്നിട്ട് എന്നെ മെൻഷൻ ഇടുന്നുണ്ട് കമൻറ്റിൽ, നിൻ്റെ ഫ്രണ്ടല്ലേ അവനിപ്പോൾ പീഡന കേസിലകത്തായി, ഇപ്പം നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതിനു വേണ്ടി മാക്സിമം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ വീട്ടുകാർക്കും അഡ്വക്കേറ്റിനൊക്കെ വോയിസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ മൈനറായ പെൺകുട്ടിയെ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അവർ സമ്മതത്തോടു കൂടെ ചെയ്തതാണ്. പക്ഷെ അവൾ മൈനർ ആയതുകൊണ്ട് കേസാക്കി എന്നാണ് പറഞ്ഞത്. ഓക്കെ ഫൈൻ. എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്, ന്യൂസിൽ വന്നൊരു കാര്യം, അവൻ പലതവണ റിസോർട്ടിൽ കൊണ്ടുപോയി അവളെ എന്നാണ്. അപ്പം എൻ്റെ ഡൗട്ട് ഇതാണ്, 17 വയസ്സുള്ള കുട്ടിക്ക് ഏത് റിസോർട്ടാണ് കൊടുക്കുന്നത്? എൻ്റെ അറിവിൽ 18 വയസ്സിന് പ്രായപൂർത്തിയായുള്ളവർക്ക് മാത്രമേ റൂം കൊടുക്കത്തുള്ളൂ. 17 വയസ്സിൽ ഒരു റിസോർട്ടും കൊടുക്കത്തില്ല എൻ്റെ അറിവിൽ. ഇനി അങ്ങനെ വല്ല റിസോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡൗട്ടാണ്, 17 വയസ്സിൽ അങ്ങനെ റിസോർട്ട് കൊടുക്കുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ അവർ 18 വയസ്സിൽ റിസോർട്ട് എടുത്തെങ്കിൽ അതെങ്ങനെ അവരൊന്ന് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് സെക്ഷലി ചെയ്ത പീഡനമാവുമെന്നാണ്. അതെ, ഈ പറഞ്ഞ പോലെ ഈ കുട്ടി പറയുന്ന പോലെ 18 വയസ്സിലാണ് ഇവർ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആ ഒരു സംഭവത്തിലോട്ട് പോകത്തില്ല. കാരണം രണ്ടുപേരും താല്പര്യത്തോടെ ചെയ്തെങ്കിൽ പിന്നെ അതിൽ വേറെ അപ്പീലൊന്നും ഇല്ല. മനസ്സിലായോ? പിന്നെ ഈ അണ്ടർ ഏജിൽ ഇങ്ങനെ റൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേത് റിസോർട്ട് ഒന്ന് എക്സ്പോസ് ചെയ്യുകയും ചെയ്യണം. ആ റിസോർട്ട് തുടർന്ന് പ്രവർത്തിക്കാൻ പാടില്ല നമ്മുടെ കേരളത്തിൽ. മനസ്സിലായോ? ഇപ്പം ഞാനിവിടെ ഒരിക്കലും ബിനോയുടെ ഭാഗത്ത് ഞാൻ യോജിക്കത്തില്ല. കാരണം അണ്ടർ ഏജിലുള്ളൊരു കുട്ടി അവൻ കൊണ്ടുപോയി അവൻ ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ മാതാപിതാക്കളായ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ആദിത്യയുടെ വീട്ടുകാരോട്, ഈ ഒരു പയ്യൻ ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നപ്പോൾ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കൊരു മകളാണുള്ളത്, ആ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? കാരണം ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ ഒരു പയ്യൻ ഇങ്ങനെ വീട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒപ്പം മകളുടെ കൂടെ ഇരുന്ന് തന്നെയാണോ ഡീല് ചെയ്തത്? കാര്യങ്ങൾ സംസാരിക്കാനായാലും എന്തിനായാലും വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിങ്ങൾ കൂടെ ഇരുന്നിട്ടുണ്ടോ? അതോ
വെറുതെ അങ്ങ് അയച്ചു വിട്ടിരുന്നോ? പിന്നെ ഈ പുറത്ത് ഒരു 18 വയസ്സ് പോലും ആകാത്ത ഒരു കുട്ടി, നിങ്ങളുടെ മകൾ പുറത്ത് പോകുമ്പോൾ അത് എവിടെ പോകുന്നു, എന്തിനു പോകുന്നു ഒന്നൊന്നും അന്വേഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? സ്കൂളിലെത്തിയോ? ഇനിയിപ്പോൾ എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത്, എങ്കിലും പിന്നെ ഇത്രയും കമ്പനിയായ മകൾ 10 ആഴ്ച മുന്നേ ഇട്ട കമൻറ്റ് അതുമായി ഉള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഇഷ്യൂ ആണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ്. പിന്നെ 3 മാസം മുന്നേ ബ്രേക്കപ്പ് ആയ ആ സമയത്ത് എന്തുകൊണ്ട് ഈ ബിനോയ്ക്കെതിരെ അന്ന് അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷനിൽ ബിനോയും ഈ പറയുന്ന ആദിത്യയും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അത് അന്ന് കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എന്തിന് നിങ്ങൾ കേസ് കൊടുത്തു? പിന്നെ ഈ ഒരു പ്രായം ആകാത്ത, അതായത് അണ്ടർ ഏജിലുള്ള കുട്ടിക്ക് റൂം കൊടുത്ത റിസോർട്ട്, ഇത്രയും കാര്യങ്ങൾ അറിയണം. കാരണം ഇതിൽ ബിനോയുടെ ഭാഗത്ത് മാത്രമൊന്നുമല്ല തെറ്റ്. ബിനോയ് അങ്ങനെ ഒരു പരിപാടി ചെയ്ത് അത് തെറ്റ്, അത് ആ സമയത്ത് കൊടുക്കേണ്ട കേസായിരുന്നു. അത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ വീട്ടുകാർക്ക് ആ വള്ളി വരാതിരിക്കാൻ വേണ്ടി ബിനോയുടെ തലയിൽ ഏറ്റു വെച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമാണ്. നിങ്ങളൊരു പയ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ട് ഞാൻ പറയുന്നു. പിന്നെ പരസ്പര സമ്മതത്തോട് ചെയ്ത ഒരു പ്രവൃത്തിയും കൂടിയാണ് അത്. പിന്നെ അണ്ടർ ഏജ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അന്ന് നിങ്ങളെ കേസ് കൊടുക്കണമായിരുന്നു ഈ ആദിത്യയുടെ വീട്ടുകാർ. മനസ്സിലായോ? അതിപ്പോൾ അന്ന് കൊടുക്കാതെ ഇപ്പോൾ കൊണ്ട് കൊടുത്ത് കൊള്ളാം, പരിപാടികളൊക്കെ കൊള്ളാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.